അഡ്വക്കേറ്റ് ഹാരിസ് മീരാൻ MP കൂടിയാണ് അദ്ദേഹം കൂടി സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം, താങ്കൾക്ക് ഈ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് ബില്ലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. താങ്കളുടെ ദൃഷ്ടിയിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കടന്നു ചാടുന്നു മാത്രമല്ല, ഭാവിയിൽ ഇവർ സമ്പാദിക്കുന്ന ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വരെ ഈ നിയമം അവർക്ക് അധികാരം നൽകുന്നു. അതുകൊണ്ട് സ്വച്ഛാപരമാണ് ഇത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു അഭിപ്രായം എന്താണ്? നമസ്കാരം SK. ഇത് നമുക്ക് ചിന്തിക്കണേക്കാളും അപ്പുറത്തുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നിയമത്തിന്റെ ഭേദഗതിയാണ് ഇപ്പോ ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന്റെ ചെറിയ 2-3 കാര്യങ്ങൾ ഞാൻ ഒന്നെന്ന് പറഞ്ഞാൽ നിലവിലുള്ള നിയമം, അതായത് ഭേദഗതിക്ക് മുമ്പുള്ള നിയമം എന്ന് പറയുന്നത് അതിനകത്തൊരു സെക്ഷൻ 15 ഉണ്ട്. ആ 15 അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NGO-ന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ ഈ പറയുന്ന ലൈസൻസ്, അതായത് FCRA ലൈസൻസ് അത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഈ തരത്തിൽ ഉള്ള അവര് അക്വയർ ചെയ്തേക്കുന്ന പ്രോപ്പർട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗവൺമെന്റിൽ വെസ്റ്റ് ചെയ്യുന്ന ഒരു നിയമം ഇപ്പോൾ തന്നെ ഉണ്ട്. അത് സെക്ഷൻ 15 അനുസരിച്ചിട്ട് ഇപ്പോൾ തന്നെ ഉണ്ട് അത്. പക്ഷെ ഇപ്പോ അത് സംഭവിച്ചേക്കുന്നത്, അതായത് ഈ ഭേദഗതി കൊണ്ട് സംഭവിച്ചേക്കുന്നത് വെച്ചാൽ ഈ സെക്ഷൻ 15 അവര് ആകപ്പാടെ എടുത്തു കളഞ്ഞിട്ട് ഒരു പുതിയ ചാപ്റ്റർ 3A എന്ന് പറഞ്ഞ ഒരു പുതിയ ചാപ്റ്റർ കൊണ്ടുവന്നു. ആ ചാപ്റ്ററിൽ കുറച്ച് വകുപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് ആ വകുപ്പുകളിൽ 3 തരത്തിലുള്ള ലൈസൻസുകൾ റദ്ദാക്കലോ അല്ലെങ്കിൽ ലൈസൻസുകൾ ഇല്ലാതെ ആവുകയോ ഉള്ള സാഹചര്യങ്ങൾ അതിനകത്ത് വിവരിക്കുകയാണ്. അതിനകത്ത് 3 സാഹചര്യങ്ങളാണ്. അതിനകത്ത് ഒന്ന് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത സാഹചര്യം. ലൈസൻസ് ക്യാൻസൽ ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം വെച്ചാല് ലൈസൻസിന്റെ കണ്ടീഷൻസ് ചിലപ്പോൾ പാലിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഈ പറയുന്ന സംഭാവനകൾ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. ആ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഒരു പീനൽ ആക്ഷൻ ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തതിനെതിരെയുള്ള ഒരു പീനൽ ആക്ഷൻ ആണ്. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ഈ പറയുന്ന പോലെ പ്രോപ്പർട്ടി വെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന പൈസ ഗവൺമെന്റ് ഏറ്റെടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊന്ന്. അതിനിടയിൽ ഞാൻ സംശയം ചോദിച്ചോട്ടെ, അതായത് ഇങ്ങനെ ഒരു ടേക്ക് ഓവറിന് സാധ്യത വന്നു കഴിഞ്ഞാൽ, അതായത് സ്വതന്ത്രമായി മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു രാജ്യത്ത് അവരുടെ ഈ ഫണ്ടമെന്റലായ ഒരു അവകാശത്തെ കടന്നു ചാടുന്നു എന്ന രീതിയിൽ അവർക്ക് കോടതിയിൽ പോയിക്കൂടെ? തീർച്ചയായിട്ടും പോവാം. ഞാൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് ഞാൻ വന്നിട്ടില്ല. രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈസൻസ് സീസ് ടു എക്സിസ്റ്റ്, അതായത് NGO-യുടെ ലൈസൻസ് സീസ് ടു എക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് കൊടുത്തത്. അതായത് അത് തീർന്നിരിക്കുന്നു എന്നുള്ള രീതി. അത് എങ്ങനെ തീർന്നിരിക്കുന്നു, അവിടെയാണ് കംപ്ലീറ്റ് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ പറയുന്ന പോലത്തെ ദ്രോഹങ്ങൾ ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും അതിനകത്തുള്ളത്. അത് എങ്ങനെ സീസ് ടു എക്സിസ്റ്റ് എന്ന് പറയുന്നത്, സാധാരണ ലൈസൻസ് കൊടുക്കുന്നത് 5 കൊല്ലത്തേക്കാണ് ഒരു FCRA ലൈസൻസ് കൊടുക്കുന്നത്. അത് പുതുക്കാൻ വേണ്ടിയിട്ട് 6 മാസം മുമ്പ് നമുക്ക് അപേക്ഷിക്കാം. അതായത് 4.5 കൊല്ലം കഴിയുമ്പോഴേക്കും നമുക്കത് പുതുക്കാൻ വേണ്ടി അപേക്ഷിക്കാം. ഈ പുതുക്കാൻ വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർ പുതുക്കിയില്ലെങ്കിൽ, അതായത് നമ്മൾ 5 കൊല്ലം കഴിഞ്ഞ് പുതുക്കിയില്ലെങ്കിൽ അത് സീസ് ടു എക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ ക്ലോസിൽ വരും. അപ്പൊ അതോടുകൂടി നമ്മൾ ലൈസൻസ് ഇല്ലാതെയാകും. മാത്രമല്ല, ഇനിയിപ്പോ അവർക്ക് ഒരു കാരണം കൂടാണ്ട് അത് പുതുക്കാതിരിക്കാം. അങ്ങനെ പുതുക്കാതിരിക്കുന്ന ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പോലും അത് സീസ് ടു എക്സിസ്റ്റ് ആയി കഴിഞ്ഞാലും ഇതേപോലത്തെ തന്നെ കോൺസിക്വൻസ് ആണ്. അതായത് നമ്മളുടെ ലൈസൻസ് ഇല്ല. അപ്പൊ ഈ ലൈസൻസ് ഇല്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ എന്താ വരുന്നത്, അതായത് ഇവർ പുതുക്കിയില്ലെങ്കിൽ പോലും നമ്മളുടെ ഈ പ്രോപ്പർട്ടികളെല്ലാം അവരിലേക്ക് നിക്ഷിപ്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ ലീഗലായിട്ട് കൊണ്ടുവന്ന പൈസ, അവരുടെ ലൈസൻസിന്റെ പുറത്ത് കൊണ്ടുവന്ന പൈസ, ആ പൈസയുടെ പുറത്ത് കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോ ആയിട്ടുള്ള എന്ത് സംഗതികളും ഈ സർക്കാർ ലൈസൻസ് പുതുക്കാനുള്ള കാലതാമസം കൊണ്ട് മാത്രം ഈ പറയുന്ന പ്രോപ്പർട്ടികളെല്ലാം സർക്കാരിൽ തന്നെ നിക്ഷിപ്തമാക്കുമെന്ന് പറയുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് നാം വേറെ ഏതെങ്കിലും നിയമത്തിൽ അത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അത്രമാത്രം ഡ്രക്കോണിയൻ ആയിട്ടുള്ള ഒരു സംഗതിയാണിത്. അവർ ലൈസൻസ് പുതുക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ലൈൻ ഉത്തരവ് മതി. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത്, ഇതുവരെ ഈ FCRA രജിസ്ട്രേഷൻ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഔദാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു അവകാശമായി മാറിയിരിക്കുന്നു, ഒരു റൈറ്റായി മാറിയിരിക്കുന്നു. അതായത് നമ്മൾ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുന്നു, അത് തരാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഒരു കോടതിയെ സമീപിക്കാൻ അവകാശം തരുന്ന ഒന്നായി ഇത് മാറിയിരിക്കുന്നു. അങ്ങനെ ഇത് സ്വീകരിക്കാവുന്ന ഒന്നാണ് എന്നൊരു വാദം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞ വാദം എനിക്ക് മനസ്സിലായില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞ വാദം എന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നേരത്തെയുള്ള നിയമപ്രകാരം
ഈ ലൈസൻസ് റദ്ദാക്കി കഴിഞ്ഞാൽ, അത് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പെനാൽറ്റിയാണ്, അത് പീനൽ ആക്ഷനാണ്. അത് നമുക്ക് വൺ കൻ അണ്ടർസ്റ്റാൻഡ് നമുക്ക് പറയാം, അത് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനത്തെ ഒരു പീനൽ ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാകണം. ഇതല്ല, ഇത് ഒരു ലൈസൻസ് ഉണ്ട്, അത് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തു. ആ അപേക്ഷമേരെ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ അതോടുകൂടി നമ്മുടെ ലൈസൻസ് തീർന്നു, റദ്ദായി. ആ റദ്ദായത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രോപ്പർട്ടി എടുത്തു മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ നിയമമാണ്, എവിടുത്തെ ന്യായമാണിത്? ഈ പറയുന്ന പൈസ കൊണ്ടുവെക്കുന്നത് ഒരു ഇല്ലീഗൽ മീൻസ് കൊണ്ട് കൊണ്ടുവന്നേക്കണല്ല. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈസൻസും അതേപോലെ തന്നെ പെർമിഷനോട് കൂടി കൊണ്ടുവന്നേക്കണ പൈസ, അത് ആ പൈസയിൽ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലൈസൻസ് പുതുക്കി തന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പറയുന്നത് ബാക്ക്ഡോർ കൂടി തന്നെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അത് ഏറ്റെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭരണഘടനാപരമായിട്ട് ഒരുപാട് പ്രൊവിഷനുകളുടെ ലംഘനമാണിത്. കാരണം ഇതിപ്പോ 19, അതായത് എല്ലാ റൈറ്റുകളും എല്ലാ ഫ്രീഡംസും തരുന്ന ആർട്ടിക്കിൾ 19, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 അതിൽ പറയുന്നത് ഈ പറയുന്ന FCRA ഫണ്ടിന്റെ പാർട്ട്ലി ആയിട്ട് ഉപയോഗിച്ചാലും ഈ സ്വത്ത് ആ ഗണത്തിൽപ്പെടും. ഏറ്റെടുക്കുന്ന സ്വത്താവട്ടെ അത് ഏത് രീതിയിൽ ഉപയോഗിക്കാം, അത് വിൽക്കാം, വിറ്റ് കൺസോൾ ഫണ്ടിൽ ചേർക്കാം. ഇതെന്താണ്? അതെ, അതാ ഏറ്റവും വലിയ രസം. അത് പറയാൻ വരെയായിരുന്നു. ഈ പാർട്ട്ലി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പോലും മറ്റേത് അത് എടുത്തു മാറ്റാം എന്ന് പറയുന്നതും കൺസോൾട്ടന്റ് ഫണ്ടിലേക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു തമാശ പോലെയാണ്. ഇത് ഡ്രാഫ്റ്റ് ചെയ്തേക്കണത്, നിയമം ഡ്രാഫ്റ്റ് ചെയ്തേക്കണത് അത്രമാത്രം ലാഘവത്തോട് കൂടിയിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഇത് കരുതി കൂട്ടിയിട്ട് ഈ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണയുടെ പുറത്ത് കൊണ്ടുവന്നേക്കണാണോ? ഇതെല്ലാം നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഈ നിയമത്തിന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പീനൽ കോൺസിക്വൻസ് നമുക്ക് മനസ്സിലാക്കാൻ നേരത്തെ നിയമത്തിൽ ഉണ്ടായതാണ്. പക്ഷെ ആ നിയമം ഉണ്ടായിരിക്കെ തന്നെ വേറെ 2 പ്രൊവിഷനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തേക്കാണ്. അതായത് ചിലവർക്ക് വേണമെങ്കിൽ നമുക്ക് ലൈസൻസ് സറണ്ടർ ചെയ്യാം. ഇനിയിപ്പോ ലൈസൻസ് വേണ്ട, കാരണം ഞങ്ങൾ ഇനിയിപ്പോ വിദേശ പണം കൊണ്ടുവരുന്നില്ല. അങ്ങനെ ലൈസൻസ് സറണ്ടർ ചെയ്താൽ പോലും അത് സീസ് ടു എക്സിസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സറണ്ടർ ചെയ്ത ലൈസൻസ് ഉള്ള NGO-കളുടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പറയണത്. ഈ സഭകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക, അവർ വളരെ കാലങ്ങളായി നടത്തി വരുന്ന ആശുപത്രികൾ, അഗതി മന്ദിരങ്ങൾ, ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ലൈസൻസ് റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് വരും എന്ന ആശങ്കയാണ് അവർക്കുള്ളത്. അതുണ്ടോ? അങ്ങനെയാണോ? അങ്ങനെ ഭയപ്പെടണം? അങ്ങനെ ലൈസൻസ് റദ്ദാക്കലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ പറയുന്നത്. റദ്ദാക്കേണ്ട ആവശ്യമില്ല. ലൈസൻസ് തീരണ മുറക്ക് നമുക്ക് പുതുക്കാനുള്ള എല്ലാ പ്രൊവിഷനും ഇതിനകത്തുണ്ട്. അത് 6 മാസം മുമ്പ് നമുക്ക് പുതുക്കാൻ ആപ്ലിക്കേഷൻ കൊടുക്കാം. പുതുക്കി തന്നില്ലെങ്കിൽ, അതായത് നമ്മുടെ അപേക്ഷയിൽ ഒരു പരിഗണനയുമില്ല, പുതുക്കാനുള്ള അപേക്ഷ കൊടുത്തിട്ട് അതിനകത്തൊരു തീരുമാനമില്ലെങ്കിൽ പോലും അത് നിക്ഷിപ്തമാകുമെന്നാണ് അത് പറയുന്നത്. ഒന്നത്. രണ്ടാമത്, പുതുക്കി കൊടുത്തില്ല, അവർ പറയാണ് ഞങ്ങൾ പുതുക്കാൻ ഞങ്ങൾ റിഫ്യൂസ് ചെയ്യാണ്. അത് പറഞ്ഞ് റിജക്ട് ചെയ്യണമെങ്കിൽ ഒരു കാരണം വേണ്ട റിജക്ട് ചെയ്യണമെങ്കിലും ഇതേപോലത്തെ അവസ്ഥ വരെയാണ്. ഞാൻ വായിച്ചത് മനസ്സിലാക്കി കുഴപ്പമാണെങ്കിൽ തിരുത്തണം. അതായത് ഇപ്പോ FCRA പ്രശ്നത്തിന്റെ പേരിൽ എന്റെ സ്വത്ത് കണ്ടുകെട്ടി, ഞാനൊരു ഫ്രഷ് FCRA എടുത്താൽ പഴയ സ്വത്ത് കണ്ടെടുത്തു, അത് കിട്ടില്ല എന്നൊരു കാര്യം ഞാൻ വായിച്ചു. അത് കിട്ടില്ല, അത് പോയി. അത് നിങ്ങളുടെ ഫണ്ട് കൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന് കെട്ടിപ്പൊക്കിയ ആ ഒരു സ്ഥാപനം അതിന്റെ ലൈസൻസ് നിങ്ങൾക്ക് പുതുക്കി നൽകിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ലൈസൻസ് ഏതെങ്കിലും കാരണവശാൽ റദ്ദാക്കിയെങ്കിൽ അതോടെയാ തീർന്നത്. പിന്നെ ഉള്ളത് പുതിയ ഫ്രഷ് ലൈസൻസുകളാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ഈ ഉദ്ദേശം ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ മൈനോറിറ്റികൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഈ പറയുന്ന പഴയ FCRA ലൈസൻസ് ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ആ കെട്ടിപ്പൊക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ ഇപ്പോഴും വാലിഡ് ആണ്. പക്ഷെ അത് പുതുക്കണ മുറക്ക് ഈ പറയുന്നത് പോലെ അവർക്ക് റിന്യൂ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന അപേക്ഷ വെറുതെ അവിടെ വെച്ചാൽ മതി, പെൻഡിങ്ങിൽ വെച്ചേക്കുന്ന അപേക്ഷയിലാണെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്യൂസലായി എന്നുള്ളതാണ്. റിഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ ശ്രീ ഹാരിസ് ബീരൻ, ദിലീപാണ്. താങ്കളോട് ചോദിക്കാനുള്ളത്, നാളെ ഇപ്പോൾ ഈ ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുകയാണ്. നേരത്തെ ഇത് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിത്യാനന്ദ റായ് നടത്തിയ പരാമർശമൊക്കെ വിവാദമായിരുന്നതാണല്ലോ. നിർബന്ധിത മതപരിവർത്തനത്തിന് അതിന് തടയിടുന്നതാണ് ഈ ബില്ലെന്നുള്ള തരത്തിലൊക്കെ അന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നാളെ ഈ ബില്ല് കേന്ദ്ര സർക്കാർ വീണ്ടും പരിഗണനയ്ക്കെടുക്കുകയാണ്. ഈ സമയത്ത് കേരളത്തിലെ MP-മാരൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലാണ്. MP-മാർ ഡൽഹിയിലേക്ക് പോകുമോ ഈ ബില്ലിൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എതിർക്കുന്നതിന് വേണ്ടി?
തീർച്ചയായിട്ടും കാരണം എനിക്കൊക്കെ പാർട്ടിയിൽ നിന്നുള്ള നിർദ്ദേശം വന്നു. മറ്റന്നാൾ മിക്കവാറും രാജ്യസഭയിൽ വരികയാണെങ്കിൽ നാളെ തന്നെ ഇവിടുത്തെ ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് രാജ്യസഭയിലേക്ക് പോകണമെന്ന് ലോക്സഭയിലെ ഞങ്ങളുടെ നേതാവായിട്ടുള്ള ടി മുഹമ്മദ് ബഷീറും ബാക്കിയുള്ള എംപിമാരൊക്കെ ഇന്ന് രാത്രി തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കോൺഗ്രസിന്റെയും എംപിമാരുടെ കാര്യം അത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരു വിഭാഗത്തിന്റെയോ മറ്റു വിഭാഗത്തിന്റെയോ കാര്യമല്ല, ഇതിപ്പോ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ ധ്വംസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏത് രീതിയിലുള്ള ധ്വംസനം? ഒരുപാട് കാലങ്ങളായിട്ട് കെട്ടിപ്പൊക്കിയ ഈ ഇങ്ങനത്തെ സ്ഥാപനങ്ങളെല്ലാം ഒറ്റ ഒരു വഴിയിൽ കൂടി, അതായത് പുതുക്കാനുള്ള അപേക്ഷയിൽ ഞങ്ങൾ തീരുമാനമെടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് ഗവൺമെന്റിലേക്ക് നിക്ഷിപ്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഇത് നമ്മൾ എതിർക്കണമല്ല. ഈ സംഗതി ഈ ബില്ല് പിൻവലിക്കുക തന്നെ വേണം, അല്ലാതെ വേറൊരു വഴിയില്ല. നമ്മളിപ്പോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സെലക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ ബില്ല് പിൻവലിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ആരിസ് ബീരാൻ എം പി, താങ്കൾ നമുക്കൊപ്പം ചേർന്നതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.